കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം KM മാണി സാറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു പാവപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു വീട് വെച്ച് നൽകണമെന്നുള്ളൊരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര നിയോജകമണ്ഡലം കമ്മിറ്റി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ 2023 ഏപ്രിൽ മാസത്തിൽ ഒരു വീടിൻ്റെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തറക്കല്ലിട്ട തുടങ്ങിയ വീടിൻ്റെ പണി നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചക്കട്ടവാറയിൽ നിർമ്മിച്ച് നൽകുന്ന വീടിൻ്റെ താക്കോൽദാനം ഈ 11-ാം തീയതി ശനിയാഴ്ച 3 മണിക്ക് നടക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന ചെയർമാൻ ശ്രീ ജോസ് കെ മാണി MP ആണ് ഈ പരിപാടി നമുക്ക് താക്കോൽദാനം നിർവഹിക്കുന്നത്. ആ പരിപാടിയുടെ അനുസരിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മുടെ സിൽക്കിൻ്റെ ചെയർമാനുമായ മുഹമ്മദ് ഇക്ബാൽ, അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് TN ജോസഫ് തുടങ്ങിയ ആൾക്കാർ നേതാക്കന്മാർ പങ്കെടുക്കുന്ന ഒരു വിപുലമായ ഒരു പരിപാടിയും ഒരു സ്നേഹവിരുന്നും ചക്കട്ടവാറയിൽ വെച്ച് നടത്തിയാണ്. ഒരു 12 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു വീട് പൂർത്തിയാക്കി അതിൻ്റെ കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യമായി പൂർത്തിയാക്കുന്ന ഒരു വീട് എന്നുള്ള നിലയ്ക്ക് ആ പരിപാടി വിജയിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ സഹകരണവും വേണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. കേരളത്തിലെ സമസ്ത മേഖലകളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തനവും നടത്തുക എന്നുള്ളതാണ് മാണി സാറിൻ്റെ ലക്ഷ്യം. മാണി സാറിൻ്റെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി എന്നും മുൻപന്തി നിന്നുകൊണ്ട് പാവപ്പെട്ടവരെ സ്നേഹിക്കുക, സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന കാരുണ്യ പ്രവർത്തനം അത് മാണി സാറിന് ശേഷം നാം ഈ നിയോജകമണ്ഡലത്തിൽ അത് ഏറ്റെടുത്ത് നടത്തുമ്പോൾ പ്രത്യേകിച്ച് മലയോര മേഖലയിലെ മുഴുവൻ ആളുകളും അതിനെ വളരെയേറെ ഞങ്ങളോടൊപ്പം സ്വാഗതം ചെയ്യുകയാണുണ്ടായി. ഈ പാവപ്പെട്ട ഒരു കുടുംബത്തിനാണ് ഞങ്ങൾ ഈ വീട് വെച്ച് കൊടുക്കുന്നത്. ഇത്ര അത്രയും താർപ്പായതിനുള്ളിൽ താമസിക്കുന്ന ഒരു കുടുംബമായിരുന്നു ചക്കട്ടവാറ സിനു എന്ന് പറയുന്ന ആ വീട്. അദ്ദേഹത്തിനാണ് ആ കുടുംബത്തിനാണ് നാം ഈ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ 11-ാം തീയതി നമ്മുടെ പ്രിയപ്പെട്ട ജോസ് കെ മാണി ചെയർമാൻ ഈ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് താക്കോൽദാനം നിർവഹിക്കപ്പെടുകയാണ്. അതിന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും പത്രക്കാർ എന്ന നിലയ്ക്ക് അതിനുവേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. പേരാമ്പ്ര നിയോജക മണ്ഡലം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഇത് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. KM മാണി സാറിൻ്റെ ഓർമ്മയ്ക്കായി പേരാമ്പ്ര നിയോജകമണ്ഡലം ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനിക്കാൻ വളരെയേറെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാർട്ടി ചെയർമാൻ ഇത് വന്ന് ഇതിൻ്റെ താക്കോൽദാനം നിർവഹിക്കുമ്പോൾ പത്രക്കാരൻ എന്ന നിലയിൽ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ എന്താണെങ്കിലും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പിറന്നതിന് ശേഷം ഞങ്ങൾ മാണി സാറുടെ ഓർമ്മക്കായിട്ട് സ്വന്തമായിട്ടൊരു വീട് നിർമ്മിച്ച് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. അതിന് സാധാരണക്കാരനും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് ശത്രുത്വ ചെലവ് ഇതൊരു 12 ലക്ഷം രൂപയോടൊപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന വീടിൻ്റെ പണി പൂർത്തിയായിട്ട് ഒരു മാസമായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഇലക്ഷൻ്റെ ഇതെല്ലാം കൂടെ ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് ചെയർമാൻ നിർബന്ധമായിട്ടും വരുമെന്ന് പറഞ്ഞത് മനസ്സമ്മതമാണ് ജോസ് കെ മാണി വരുമെന്നുള്ള വരും എന്ന പുള്ളിൽ നിർബന്ധമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഈ ഇലക്ഷൻ കഴിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തത്. ഒരു മാസമായിട്ട് പണി പൂർത്തിയായി. അതെ, ലൈഫ് പദ്ധതിയിൽ സ്ഥലവും ഈ താക്കോൽദാനം നിർവഹിക്കുന്നത് ജോസ് കെ മാണി MP, പിന്നെ സിൽക്ക് ചെയർമാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഇക്ബാൽ, കേരള കോൺഗ്രസ് പാർട്ടി ജില്ലാ പ്രസിഡന്റ് TN ജോസഫ് തുടങ്ങിയ പ്രമുഖർക്ക് പങ്കെടുക്കുന്നു. പിന്നെ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും
വിളിച്ചുകൊണ്ടുള്ള സ്നേഹവിരുദ്ധ പരിപാടികൾ അവിടുത്തെ മുഴുവൻ ആൾക്കാരും സഹകരിച്ചിട്ടുള്ള ഒരു വീടാണ് ഇപ്പം നമ്മൾ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. എല്ലാവരുടെയും ഒരു സഹായ സഹകരണം കിട്ടിയിട്ടുണ്ട്.